നമ്മുടെ ദൈവമായ കർത്താവ് വെളിച്ചം അഥവാ പ്രകാശമാണ്. വിശുദ്ധിയെ പ്രാപിച്ച് സ്നേഹത്തിൽ നിറഞ്ഞ നാം കർത്താവിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ, വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്ര വെക്കുന്നതെന്ന് പറയുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ വെളിച്ചമായി പ്രഭ ചൊരിഞ്ഞവരും, വെളിപാട് പുസ്തകം 21:23 നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നുവെന്നും, വെളിപ്പാട് 22:5 ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല എന്നും വചനം വെളിപ്പെടുത്തുന്നത് പോലെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4 മുതൽ 9 വരെ ഉള്ള തിരുവചനങ്ങളിൽ പറയുന്ന, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ നമ്മുടെ കർത്താവ് വെളിച്ചം അഥവാ പ്രകാശമാകയാൽ നാം പ്രകാശത്തിൻ്റെ മക്കളും ആയിത്തീരേണ്ടതുണ്ട്. ക്രിസ്തുവിൽ പ്രകാശിക്കുന്ന വിശ്വാസി സർവജ്ഞാനിയായ ദൈവത്തെക്കുറിച്ചുള്ള അറിവായ പരിജ്ഞാനത്തിലും, റോമർ 16:26 പറയുന്നത് പോലെ, ഏകജ്ഞാനിയായ ദൈവത്തെ പോലെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമായ ജ്ഞാനത്തിലും വളരേണ്ടതുണ്ട്. സ്നേഹം, അനുസരണം, വിശ്വാസം, മാനസാന്തരം, നീതീകരണം, വിശുദ്ധീകരണം എന്നിവ പ്രാപിച്ച് ക്രിസ്തുവിനെ പോലെ പ്രകാശിക്കുകയും ഏകജ്ഞാനിയായ ദൈവത്തെ പോലെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമായ ജ്ഞാനവും നേടി വെളിച്ചമായി വസിക്കുവാൻ വചനഭാഗം നമുക്ക് വഴി കാണിച്ചു തരുന്നു. ആ വഴിയെ സഞ്ചരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.